ഹലോ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി എത്രയാണെന്ന് അറിയില്ല. സംഗതി ഇതാണ്: കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കാൻ പാടുണ്ടോ? സ്ക്രീൻ ഏത് സ്ക്രീൻ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ വീഡിയോ ഗെയിം ആയിരിക്കാം, ഒരു കാർട്ടൂൺ ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, ടി വി ആയിരിക്കാം, ഫോണായിരിക്കാം. ഒത്തിരി അമ്മമാർ പേരൻസ് വന്ന് ചോദിക്കുന്നതാണിത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ് എനിക്കും പറയാനുള്ളത്, കൊടുക്കാൻ പാടില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ആ ഫുഡ് തന്നെ ഫോക്കസ് ചെയ്ത് ഫുഡിൻ്റെ ച്യൂയിങ്, നമ്മൾ ചവച്ചരച്ച് കഴിക്കുക, മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കുക എന്ന് പറയും. അതായത് ഫുഡിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫുഡ് നല്ല മനസ്സറിഞ്ഞ് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ വയറ് നിറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അഡൾട്ട്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ടി വി കൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര എക്സസീവായിട്ട് കഴിക്കും. പക്ഷേ കുട്ടികളിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് സ്ക്രീൻ ടൈം കാണിച്ച് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവരൊരു സ്ക്രീൻ ഇല്ലാതെ ഫുഡ് കഴിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവരെ മാനേജ് ചെയ്യാൻ പറ്റും? സ്ക്രീനേ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചിട്ട് പിന്നെ കംപ്ലയിൻസ് ആയിട്ട് വരുന്ന പേരൻസ് ഉണ്ട്. ഇവളല്ലെങ്കിൽ ഇവൻ ടി വി ഇല്ലാതെ ഫുഡ് കഴിക്കില്ല ഡോക്ടറെ എന്ന് പറയും. അത് ആക്ച്വലി നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. കുഞ്ഞിനെ ഒരു 2-3 വർഷത്തോളം ഇങ്ങനെ ശീലിപ്പിച്ചിട്ട് 4ാമത്തെ വർഷം കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ടി വി നമ്മൾ പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും ബഹളം ഉണ്ടാക്കും. അപ്പം നമ്മളതൊരു ചെറുപ്പം മുതലേ, നമ്മൾ പണ്ടത്തെ ആൾക്കാർ കണ്ടിട്ടില്ലേ, കാക്കയും പൂച്ചയും ഒക്കെ കാണിച്ച് ഫുഡ് കഴിപ്പിക്കുക. അത് തീരെ ചെറുതായിരിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. അല്ലാത്ത സമയത്ത് സ്ക്രീൻ ഒഴിവാക്കി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരു രീതിയൊക്കെ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നോ സ്ക്രീൻ ടൈം വൈൽ ഈറ്റിംഗ്, എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി.